തിരുവല്ല തിരുവൻവണ്ടൂരിൽ വെള്ളം കയറിയ പ്രദേശത്ത് ജയശങ്കറുണ്ട്. ജയശങ്കർ, എന്താണ് അവിടുത്തെ ഒരു കാഴ്ച? ഇപ്പം മഴ അല്പം തോന്നു നിൽക്കുകയാണെന്ന് തോന്നുന്നു. അതോ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടോ? വെള്ളം കുറഞ്ഞു തുടങ്ങിയോ? അതോ വെള്ളം അതേ നിലയിൽ നിൽക്കുകയാണോ? ഡോക്ടർ അരുൺ, ഇത് ആലപ്പുഴ പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്. അതായത് നിരണം ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയുടെ അതിർത്തി മേഖലയാണ്. ഈ പ്രദേശത്ത് ഇപ്പോഴും ശക്തമായിട്ടുള്ള മഴയൊന്നുമില്ല, ചെറിയ ചാറ്റൽ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വെള്ളക്കെട്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ പ്രദേശത്തൊക്കെ ജനവാസ മേഖലയാണ്, വീടുകളുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ തന്നെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ആ സ്ഥലത്തുള്ള ആളുകളൊക്കെ തന്നെ ഇതിനോടകം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ അത്ര വെള്ളമില്ല, വെള്ളം ചെറിയ തോതിൽ ഇറങ്ങുന്നു. അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം വെള്ളത്തിൻ്റെ തോത് ചെറുതായിട്ട് കുറയുന്നുണ്ട്. പ്രത്യേകിച്ച് നദികളിലൊക്കെ തന്നെ ജലനിരപ്പ് കുറഞ്ഞതാണ് ഇത്തരത്തിൽ ഈ വെള്ളത്തിൻ്റെയൊക്കെ വരവ് കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇത് ആറൊന്നും അല്ല. ഇത് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും വല്ല തോടൊക്കെയാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴകളിലുണ്ടായ ആ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കാണ്. ഇവിടെ ഒരു വീട്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ വീടൊക്കെ തന്നെ ആളുകളൊക്കെ തന്നെ അവിടുന്ന് മാറി ആ വീടിൻ്റെ ഉമ്മറം വരെ വെള്ളം എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി കയറിയാൽ വെള്ളം കയറുന്നൊരവസ്ഥയാണ്. ഇന്നലെ ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നെന്തായാലും ആ വെള്ളത്തിൻ്റെ അളവ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ ഇനി വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. ഇനി മഴ കൂടുകയും നദികളുടെ ജലനിരപ്പ് ഉയരുകയും ചെയ്താൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാരണമാകും. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുണ്ട്. ചേട്ടാ, എങ്ങനെ ഇന്നലത്തെ വെച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ടോ? ഇന്നലത്തെ കുറഞ്ഞിട്ടുണ്ട്, ഒരു 1.5 അടിയോളം കുറഞ്ഞിട്ടുണ്ട് വെള്ളം. ഇപ്പോൾ ഇങ്ങനെ മഴ ശക്തമായാൽ വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. നദികളിലും ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ടല്ലേ? പമ്പയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പരമാവധി ആളുകളൊക്കെ എല്ലാവരും ക്യാമ്പിലേക്ക് പോയല്ലോ? ക്യാമ്പിലൊക്കെ ആണ് പോയിരിക്കുന്നത്. ഇത് അതിർത്തി മേഖലയും കൂടിയാണ് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളുടെ. ആലപ്പുഴ ജില്ലയുടെ അതിർത്തി മേഖലയാണ്. അതിർത്തി മേഖലയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകി വന്നുകൊണ്ടിരിക്കുക പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട്. ഇപ്പോൾ മണിമലയാറാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. എന്തായാലും 2 ദിവസം കൊണ്ട് ഇറങ്ങുന്നതാണ്. ഈ ഒരു രീതിയിലാണെങ്കിൽ ഇതാണെങ്കിൽ 2 ദിവസം കൊണ്ട് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെ തന്നെയാണ്. നാട്ടുകാരൊക്കെ ഇങ്ങനെ ഈ ഒരു നില തുടരുകയാണെങ്കിൽ, അതായത് മഴ കുറഞ്ഞ് മണിമലയാറിൽ ഉൾപ്പെടെ വെള്ളം കുറയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ വെള്ളം ഇറങ്ങും എന്നുള്ള ഒരു അവസ്ഥയാണ്. നമുക്ക് ദൃശ്യങ്ങൾ റോഡിലൊക്കെ തന്നെ വെള്ളമുണ്ട്. പക്ഷേ ഇന്നലത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വെള്ളം കുറവെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അവരെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസമാണ്. കാരണം വെള്ളത്തിൻ്റെ തോത് 2 അടിയോളം താഴ്ന്നു എന്ന് പറയുമ്പോൾ ഡോക്ടറുള്ളത് വലിയ കാര്യമാണ്. കാരണം ഈ നാട്ടുകാരൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടിൽ തുടരേണ്ട ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് നിലവിൽ ഈ പ്രതിസന്ധി ഉള്ളത് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി മേഖലയിലേക്ക് ഈ പ്രതിസന്ധി നീങ്ങിയിരിക്കുന്നു. ആറന്മുളയിൽ ഉൾപ്പെടെ വെള്ളം അത് തിരുവല്ല മേഖലയിലേക്ക് വന്നു. ജയശങ്കർ ഇപ്പോൾ ഉള്ളത് തിരുവല്ല തിരുവൻവണ്ടൂരിലാണ്. അവിടെ വെള്ളം ഇപ്പോൾ 2 അടിയോളം താഴ്ന്നിട്ടുണ്ട്. പമ്പയിലും ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യം. ആറന്മുള നഗരത്തിലും നഗരത്തിന്റെ പ്രദേശങ്ങളിലും വെള്ളം നന്നായി താഴ്ന്നിട്ടുണ്ട്. അത് ആശ്വാസമുള്ള കാര്യം. എന്നാൽ ആറന്മുളയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു എന്നാണ് ശരൺ റിപ്പോർട്ട് ചെയ്തത്.